ഇന്ത്യ സിംബാബ്വെ പര്യടനത്തിൽ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ആയിരുന്നു ക്യാപ്റ്റൻ ആകേണ്ടിയിരുന്നത് എന്ന് വിശ്വസിക്കുന്നവർ ഏറെ. ലോകകപ്പിനുള്ള സന്നാഹ മത്സരത്തിൽ ഓപ്പണറാക്കി സഞ്ജുവിന് അവസരം നൽകിയെങ്കിലും പിന്നീട് ടൂർണമെന്റ് ആരംഭിച്ചപ്പോൾ പ്ലേ ഇലവനിൽ നിന്ന് പുറത്താക്കി. അതേസമയം ഓപ്പണിംഗിൽ സൂപ്പർ താരം വിരാട് കോഹ്ലിയും മധ്യനിരയിൽ ശിവൻ ദൂബെയും പരാജയപ്പെട്ടപ്പോഴും അവർക്ക് അവസരവും നൽകി. സഞ്ജുവിനൊപ്പം യശസ്വി ജയ്സ്വാളിനും അവസരം ലഭിച്ചില്ലെന്നതും ശ്രദ്ധേയം. അതിനുശേഷം വന്ന സിംബാബ്വെ പര്യടനത്തിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയെങ്കിലും ക്യാപ്റ്റൻ സ്ഥാനം താരതമ്യേന ജൂനിയറായ ശുഭ്മാൻ ഗില്ലിന് നൽകി. 2024 IPL ഗുജറാത്ത് ടൈറ്റൻസിനെ നയിച്ചത് മാത്രമാണ് പരിചയം. രാജ്യാന്തര T20യിൽ 25.77 ശരാശരിയിൽ 335 റൺസ് മാത്രമാണ് ഗില്ലിനുള്ളത്. ശുഭ്മാൻ ഗില്ലിനേക്കാൾ ക്യാപ്റ്റൻസിയിലും T20 വേദിയിലും മികച്ച റെക്കോർഡുള്ള സഞ്ജു സാംസണാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൂടുതൽ പരിഗണിക്കേണ്ടത്. രാജസ്ഥാൻ റോയൽസിനെ തുടർച്ചയായി മികച്ച സ്ഥാനങ്ങളിലെത്തിക്കാൻ സഞ്ജുവിനെ സാധിച്ചിരുന്നു. 29-കാരനായ സഞ്ജു IPL 61 മത്സരങ്ങളിൽ ടീമിനെ നയിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിനെ ഇപ്പോഴത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിൽ സഞ്ജു സാംസനെ ഏവരും പ്രശംസിക്കുന്നുണ്ട്. T20 കരിയറിൽ 25 മത്സരങ്ങളാണ് സഞ്ജു കളിച്ചത്. 133.09 സ്ട്രൈക്ക് റേറ്റ്, ഒരു അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ 374 റൺസാണ് സഞ്ജു ഇന്ത്യ ജേഴ്സിയിൽ ഇതുവരെ നേടിയത്. സീനിയർ താരമായിരുന്നിട്ടും മനഃപൂർവ്വം സഞ്ജുവിനെ അവഗണിക്കുന്നു എന്ന തോന്നലാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.